ഞാൻ ഡാനിയലച്ചൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. ബൈബിളിലെ അവസാനത്തെ ഗ്രന്ഥമായ വെളിപാട് പുസ്തക പഠനത്തിലേക്ക് നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ വെളിപാട് പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിലാണ്. സഭകൾക്ക് എഴുതുന്ന കത്തുകളാണ് നമ്മുടെ ചിന്താവിഷയം. പ്രാർത്ഥനാപൂർവം പുതിയ എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. 2-ാം അധ്യായത്തിൻ്റെ 7 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് 8 മുതലുള്ള തിരുവചനം നമ്മൾ പഠിക്കാനായി ഒരുങ്ങുന്നു. സ്മിർനായിലെ സഭയ്ക്ക്. സ്മിർനായിലെ സഭയുടെ ദൂതന് എഴുതുക. ആദ്യനും അന്ത്യനും മൃതനായവനും എന്നാൽ വീണ്ടും ജീവിക്കുന്നവനുമായവൻ ഇപ്രകാരം പറയുന്നു: നിന്റെ ക്ലേശവും ദാരിദ്ര്യവും ഞാൻ അറിയുന്നു. എങ്കിലും നീ സമ്പന്നനാണ്. യഹൂദരെന്ന് അവകാശപ്പെടുകയും എന്നാൽ അങ്ങനെയല്ലാതെ സാത്താന്റെ സെനഗോഗായി വർത്തിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങളും ഞാൻ അറിയുന്നു. നീ സഹിക്കാൻ പോകുന്നവയെ ഭയപ്പെടരുത്. ഇതാ, പരീക്ഷിക്കപ്പെടാൻ നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാൻ പോകുന്നു. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ക്ലേശമുണ്ടാകും. മരണം വരെ വിശ്വസ്തനായിരിക്കുക. ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവൻ 2-ാം മരണത്താൽ ഹനിക്കപ്പെടുകയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ എഫെസോസിലെ സഭയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ആ സഭ ഒരു സ്നേഹമില്ലാത്ത ലവ്ലെസ് ചർച്ച് ആയിരുന്നു. സ്നേഹമില്ലാത്ത സഭയായിരുന്നു. സ്മിർനായിലെ സഭയ്ക്ക് അങ്ങനെ ഒരു തലക്കെട്ട് നൽകാമെങ്കിൽ നൽകാവുന്ന ഏറ്റവും നല്ല തലക്കെട്ട് അതൊരു സഹിക്കുന്ന സഭ ആയിരുന്നു. ദ ചർച്ച് ഓഫ് സ്മിർന വാസ് എ സഫറിംഗ് ചർച്ച്. സ്മിർന എഫെസോസിൽ നിന്ന് 35 മൈല് അകലെ ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരുന്ന, സ്ഥിതി ചെയ്തിരുന്ന ഒരു തുറമുഖ നഗരമായിരുന്നു. ഏഷ്യയിൽ തിബേരിയൂസ് ചക്രവർത്തിക്ക് വേണ്ടി പണി കഴിപ്പിക്കപ്പെട്ട ആദ്യത്തെ ടെമ്പിൾ നിലനിന്നിരുന്നത്, സ്ഥാപിക്കപ്പെട്ടതും സ്മിർനായിലായിരുന്നു. അത് AD 26 ടൈബേരിയസ് സീസറിന് വേണ്ടി ഈ ടെമ്പിൾ സ്മിർനായിൽ പണി കഴിപ്പിക്കപ്പെട്ടത്. അതായത് രാജപൂജ ശക്തമായി നിലവിലിരുന്ന ഒരു തുറമുഖ നഗരമായിരുന്നു സ്മിർന. സ്മിർനയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് രക്തസാക്ഷിയായ സ്മിർനായിലെ വിശുദ്ധ പോളികാർപ്പിനെ അനുസ്മരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. സ്മിർനായിലെ ബിഷപ്പായിരുന്നു വിശുദ്ധ പോളികാർപ്പ്. അദ്ദേഹം സ്മിർനായിലെ ആദ്യത്തെ മെത്രാനായിരുന്നു. 86-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തെ ക്രിസ്തീയ വിശ്വാസം ആരോപിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൽ നിലനിന്നു എന്ന പേര് കുറ്റകരമായി കണ്ടെത്തി അദ്ദേഹത്തെ രാജാവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. രാജാവിന്, അതായത് തിബേരിയസ് സീസറിന് വേണ്ടി പണി കഴിപ്പിച്ച സ്മിർനായിലെ ക്ഷേത്രത്തിലാവണം രാജാവിനെ പൂജിക്കുന്നതിന്, രാജാവിൻ്റെ ബിംബത്തിന് മുൻപിൽ കുന്തിരിക്കം, ധൂപം സമർപ്പിക്കുന്നതിന് പോളികാർപ്പസിനെ നിർബന്ധിക്കുന്ന സമയത്താണ് അദ്ദേഹം കാര്യത്തിന് തയ്യാറാകാതെ വരുന്നതും അദ്ദേഹം വിചാരണ നേരിടുന്നതും. അപ്പോൾ അദ്ദേഹത്തെ വിചാരണ സ്ഥലത്ത് വെച്ച് ഈ കോൺസുൾ, വിചാരണ ചെയ്യുന്ന ആ ന്യായാധിപൻ അദ്ദേഹത്തോട് പറയുന്ന ഒരു വാചകമുണ്ട്: നീ തൽക്കാലത്തേക്ക് നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ക്രിസ്തുവിലുള്ള വിശ്വാസം ഒന്ന് തള്ളിപ്പറഞ്ഞാൽ മതി. അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്, ന്യായാധിപൻ, നിന്റെ പ്രായത്തെ കണക്കിലെടുക്കുക. ഹാവ് റിഗാർഡ് ഫോർ യുവർ ഏജ്. അതാണ് അദ്ദേഹം ഒരു പ്രലോഭനമായി ചൂണ്ടിക്കാണിക്കുന്നത്. നിന്റെ പ്രായാധിക്യത്തെ കണക്കിലെടുത്ത് ഈ കഠിനമായ ശിക്ഷാവിധിയിലേക്ക് കടന്നുപോകാതെ പ്രായോഗികമായി ചിന്തിച്ച് വേഗം നീ ഈ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. എന്തായിരുന്നെന്നറിയാമോ വിശുദ്ധ പോളികാർപ്പിൻ്റെ മറുപടി? അദ്ദേഹം, നീ രാജാവിനെ ആരാധിക്കുന്നതിനുള്ള പ്രതിജ്ഞ എടുത്ത് വിശ്വാസമില്ലെന്ന് നടിച്ചാൽ നിന്നെ ഞാൻ സ്വതന്ത്രനാക്കാം, ക്രിസ്തുവിനെ തള്ളിപ്പറയൂ എന്ന ആ പ്രലോഭനത്തിന് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ്: 86 years I have served him. എന്ന് പറഞ്ഞാൽ 86 വർഷം ഞാൻ അവനെ സേവിച്ചു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ സേവിച്ചു. ആൻഡ് ഹി ഹാസ് ഡൺ മീ നോ റോങ്. അവൻ എന്നോട് ഒരു തെറ്റും ഇതുവരെയും ചെയ്തിട്ടില്ല. ഹൗ ക്യാൻ ഐ ബ്ലാസ്ഫീം മൈ കിങ് ഹു ഹാസ് സേവ്ഡ് മീ. എന്നെ രക്ഷിച്ച എൻ്റെ രാജാവിനെതിരെ ദൂഷണം പറയാൻ എനിക്ക് കഴിയുന്നത് എങ്ങനെയാണ്? നോക്കുക, സ്മിർനായിലെ വിശുദ്ധ പോളികാർപ്പ് രാജാവിൻ്റെ ന്യായാധിപനോട് മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: 86 വർഷം എന്നെ പൊന്നുപോലെ നോക്കിയ, എനിക്ക് വേണ്ടി ജീവൻ തന്നെ രക്ഷിച്ച എൻ്റെ കർത്താവിനെ നീട്ടിക്കിട്ടാൻ സാധ്യതയുള്ള ഈ ചുരുങ്ങിയ വർഷങ്ങൾക്ക് വേണ്ടി തള്ളിപ്പറയാൻ എനിക്ക് കഴിയുന്നത് എങ്ങനെയാണ്? അങ്ങനെയുള്ള ധീര രക്തസാക്ഷികളുടെ സഭയായിരുന്നു സ്മിർനായിലെ സഭ. സ്മിർനായിലെ സഭ ഒരു സഹന സഭ ആയിരുന്നു. ഇവർക്ക് രാജാവിൽ നിന്നും മാത്രമല്ല പീഡനങ്ങൾ ഉണ്ടായിരുന്നത്, യഹൂദന്മാരിൽ നിന്നും പീഡനം സഹിച്ച സഭയായിരുന്നു സ്മിർനായിലെ സഭ. ഈ റോമാ സാമ്രാജ്യത്തിലെ ശ്രദ്ധേയമായ ഒരു പ്രത്യേകത കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. യഹൂദന്മാര് റോമൻ സാമ്രാജ്യത്തിലെ മതപീഡനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നവരാണ്. അതിൻ്റെ കാരണം യഹൂദന്മാരുടെ
മതബോധത്തിൽ അവർ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ രൂപങ്ങളോ ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല എന്നുള്ളതുകൊണ്ട് യഹൂദന്മാരെ റോമാ സാമ്രാജ്യത്തിൻ്റെ അധികാരികൾ കണക്കാക്കിയിരുന്നത് നിരീശ്വരവാദികളായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മതപീഡനത്തിൽ നിന്ന് ജൂതന്മാർ റോമാ സാമ്രാജ്യത്തിൽ പലപ്പോഴും ഒഴിവാക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആനുകൂല്യം ക്രിസ്ത്യാനികൾക്കും ലഭിക്കാതിരിക്കാൻ യഹൂദന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുകയും റോമൻ പട്ടാളക്കാർക്ക് ക്രിസ്ത്യാനികളെ യഹൂദന്മാർ ഒറ്റിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ആദിമസഭയിലുണ്ടായിരുന്നു. അങ്ങനെ യഹൂദന്മാരാൽ ഒറ്റിക്കൊടുക്കപ്പെട്ട് രാജവിചാരണകൾ നേരിട്ട് കൊല്ലപ്പെട്ട ക്രിസ്ത്യാനികളുടെ എണ്ണവും സ്മിർനായിൽ കൂടുതലായിരുന്നു. ഈ സ്മിർനായിലെ സഭയോട് സംസാരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, 10 ദിവസത്തേക്ക് നിനക്ക് ഞെരുക്കം ഉണ്ടാകും. കൃത്യമായൊരു കണക്ക് പറയുന്നത് വെറുതെ പറയുന്നതാണെന്ന് കരുതരുത്. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. എല്ലാം നിയന്ത്രിക്കുന്നത് ദൈവമാണ്. പരീക്ഷണങ്ങളും പരീക്ഷകളും വേദനകളും ഒക്കെ ജീവിതത്തിൽ വരുമ്പോൾ ഒരു വിശ്വാസി ഓർമ്മിക്കേണ്ടതുണ്ട്, ഇത് ദൈവത്തിൻ്റെ അറിവില്ലാതെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വെളിയിൽ സംഭവിച്ച ഒരു കാര്യമല്ല. മറിച്ച് ഈ സഹനം എപ്പോൾ ആരംഭിക്കും എന്ന് മാത്രമല്ല, ഇതെപ്പോൾ അവസാനിക്കുമെന്നും എങ്ങനെ അവസാനിക്കുമെന്നും ഇതിലൂടെ പുറത്തു വരുന്ന നമ്മൾ എത്ര തേജസ്സുള്ളവരായി മാറുമെന്നും നമുക്കറിഞ്ഞുകൂടായെങ്കിലും നമ്മുടെ ദൈവത്തിന് അറിയാം. കർത്താവ് പറയുകയാണ്, അതെല്ലാം കൃത്യമായി എണ്ണി പരിമിതപ്പെടുത്തി എൻ്റെ നിയന്ത്രണത്തിൽ നടക്കുന്നവയാണ്. ഇനി 2-ാം അധ്യായത്തിൽ പറയുന്ന സ്മിർനായിലെ സഭയോട് സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളിലെ ശ്രദ്ധേയമായ ഒരു കാര്യം ഇങ്ങനെയാണ്. അതായത്, പീഡനങ്ങളിലൂടെ കടന്നുപോയതുകൊണ്ട് നിനക്ക് ഉണ്ടായ ഒരു വലിയ നന്മ, നീ സമ്പന്നനായി മാറി. ട്രിബുലേഷൻസ് മെയ്ഡ് ദ ചർച്ച് ഓഫ് സ്മിർന റിച്ച്. ഇത് മനോഹരമായ ഒരു പാഠമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളും എല്ലാ സഹനങ്ങളും നമ്മളെ ആത്മീയ സമ്പത്തുള്ളവരാക്കി മാറ്റുന്നുണ്ട്. നിന്റെ ക്ലേശവും ദാരിദ്ര്യവും ഞാൻ അറിയുന്നു എന്ന് പറയുമ്പോൾ അത് അവർ കടന്നുപോയ ഭൗതിക ദാരിദ്ര്യവും അവർ കടന്നുപോയ സഹനങ്ങളുമാണ് സൂചിപ്പിക്കപ്പെടുന്നത്. യഹൂദരെന്ന് അവകാശപ്പെടുകയും എന്നാൽ അങ്ങനെയല്ലാതെ സാത്താൻ്റെ സിനഗോഗായി വർത്തിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങളും ഞാൻ അറിയുന്നു. 10 ദിവസത്തേക്കാണ് നിനക്ക് ക്ലേശമുണ്ടാകുന്നത്. പക്ഷെ നീ ചെയ്യേണ്ടത് മരണം വരെ വിശ്വസ്തനായിരിക്കണം. ഈ ഒരു ആഹ്വാനമാണ് സഹിക്കുന്ന എല്ലാ സഭകൾക്കും നൽകപ്പെടുന്നത്, സഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നൽകപ്പെടുന്നത്. കൺമുമ്പിൽ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് പ്രകടമായ ഒരു വെളിച്ചമോ ജ്ഞാനമോ ഉത്തരമോ പൊരുളോ ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിലും കർത്താവ് ആത്യന്തികമായി അവിടുന്നാണ് ഭരിക്കുന്നത്, എല്ലാം അവിടുത്തെ നിയന്ത്രണത്തിലാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തി, ആ തിരിച്ചറിവിലൂടെ അയാൾക്ക് കിട്ടേണ്ട വിശ്വാസത്തിൻ്റെ ബോധ്യം വിശ്വസ്തനായിരിക്കണം എന്നതാണ്. നമ്മൾ അടുത്ത സഭയിലേക്ക് പോവുകയാണ്. അതാണ് പെർഗാമോസിലെ സഭ. പെർഗാമോസിലെ സഭയ്ക്ക് പൊതുവായി ഇടാവുന്ന ഒരു തലക്കെട്ട് അതൊരു ലൗകിക സഭയായിരുന്നു. ദ ചർച്ച് ഓഫ് പെർഗാമം വാസ് എ വേൾഡ്ലി ചർച്ച്. സ്മിർനായിൽ നിന്ന് 40 മൈൽ ദൂരെയായിരുന്നു പെർഗാമസ്. അവിടെ ആ സഭയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ നിലപാടെന്താണ് എന്ന് നമുക്കൊന്ന് വായിക്കാം. പെർഗാമോസിലെ സഭയുടെ ദൂതന് എഴുതുക. മൂർച്ചയേറിയ ഇരുതല വാളുള്ളവൻ പറയുന്നു, നീ എവിടെ വസിക്കുന്നെന്ന് ഞാൻ അറിയുന്നു, സാത്താന്റെ സിംഹാസനം ഉള്ളിടത്തു തന്നെ. എങ്കിലും എൻ്റെ നാമം നീ മുറുകെ പിടിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ വസിക്കുന്നിടത്ത് വെച്ച് എൻ്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് വധിക്കപ്പെട്ട നാളുകളിൽ പോലും എൻ്റെ വിശ്വാസം നീ തള്ളി പറഞ്ഞില്ല. എങ്കിലും എനിക്ക് നിനക്കെതിരെ ചില കാര്യങ്ങളുണ്ട്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ഇടർച്ച നൽകാൻ ബാലാക്കിനെ പഠിപ്പിച്ച ബാലാമിൻ്റെ പ്രബോധനം മുറുകെ പിടിക്കുന്നവർ അവിടെയുണ്ട്. അതുപോലെ നിക്കോളാവോസ് പക്ഷക്കാരുടെ പ്രബോധനം മുറുകെ പിടിക്കുന്നവരും അവിടെയുണ്ട്. അതിനാൽ മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ നിന്റെ അടുത്തേക്ക് ഞാൻ വേഗം വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢമന്നയിൽ നിന്ന് നൽകും. അവന് ഞാൻ ഒരു വെള്ളക്കല്ല് കൊടുക്കും, അതിൽ ഒരു പുതിയ നാമം കൊത്തിയിരിക്കും. അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുകയില്ല. പെർഗാമോസിലെ സഭയോട് സംസാരിക്കുമ്പോൾ ആദ്യം പറയുന്നത്, സാത്താന്റെ സിംഹാസനം സ്ഥാപിക്കപ്പെട്ട ഒരു നഗരത്തിലാണ് നീ വസിക്കുന്നത്. അവിടെ വെച്ചാണ് എൻ്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് വധിക്കപ്പെട്ടത്. അന്തിപ്പാസ് ആ സഭയുടെ ഒരു എൽഡറോ ഒരു മെത്രാനോ ആയിരിക്കാനാണ് സാധ്യത. ഈ അന്തിപ്പാസ് എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം എഗെയിൻസ്റ്റ് ഓൾ എന്നാണ്, എല്ലാവർക്കും എതിരെ എന്നാണ്. എന്ന് പറഞ്ഞാൽ അവിശ്വാസികളുടെ എല്ലാ ബോധ്യങ്ങൾക്കും എതിരെ വിശ്വാസം കാത്തു സൂക്ഷിച്ച അന്തിപ്പാസ് ഒരു വ്യക്തിയാവാം, ഒരു സിംബലാവാം. നമുക്ക് ചരിത്രപരമായ മറ്റ് സൂചനകൾ അദ്ദേഹത്തെക്കുറിച്ച് ലഭ്യമല്ല. ഏതായാലും വിശ്വസ്തനായി ജീവിച്ച അന്തിപ്പാസ് കൊല്ലപ്പെട്ട നിമിഷങ്ങളിൽ പോലും ഈ സഭ തൻ്റെ വിശ്വാസത്തിൽ കുലുങ്ങിയില്ല. എന്നാൽ അന്തിപ്പാസിൻ്റെ മരണത്തിന് ശേഷം ഈ സഭ 2 ദുരുപദേശങ്ങളിലേക്ക് കൂപ്പുകുത്തി. ഒന്ന് ബാലാമിൻ്റെ ദുരുപദേശം, 2 നിക്കോളാവോസ്
പക്ഷക്കാരുടെ ദുരുപദേശം. ഈ രണ്ട് കാര്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് ചില വ്യക്തതകൾ വരുത്തേണ്ടതുണ്ട്. അതായത് ബാലാമിൻ്റെ ദുരുപദേശം എന്ന് പറയുന്നത് നമുക്കറിയാം, സംഖ്യയുടെ പുസ്തകം 22, 23, 24, 25 അധ്യായങ്ങളിൽ വിവരിക്കുന്ന ബാലാക്കും ബാലാമും തമ്മിലുള്ള ഒരു തെറ്റായ സമ്പർക്കത്തിൻ്റെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. വിഗ്രഹാരാധന നടത്താനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കളെ നിർബന്ധിച്ചാൽ അവർ നശിച്ചു പൊയ്ക്കൊള്ളുമെന്ന ദുരുപദേശമാണ് ബാലാം ബാലാക്കിന് നൽകിയത്. ഈ രണ്ട് തിന്മകളെ പ്രോത്സാഹിപ്പിക്കുന്നവരോ അവയെ പിൻചെല്ലുന്നവരോ ഈ സഭയിൽ ഉണ്ട് എന്നതാണ് വ്യംഗ്യം. മറ്റൊന്ന് ഈ നിക്കോളാവോസ് പക്ഷക്കാര്. അതും സമാനമായ ഒരു പ്രബോധനമാണ്. ഈ നിക്കോളാവോസ് ആരാണ് എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. ചില ആളുകളുടെ പക്ഷമനുസരിച്ച്, പ്രബോധനമനുസരിച്ച് സ്തേഫാനോസിനോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ട ഡീക്കന്മാരിൽ ഒരാളായിരുന്നു ഈ നിക്കോളാവോസ്. എന്നാൽ അദ്ദേഹം പിന്നീട് വഴിപിഴച്ചു പോവുകയും ഇത്തരം തെറ്റായ പ്രബോധനങ്ങളിലേക്ക്, അതായത് ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ വൈഫ് സ്വാപ്പിംഗ് ഉൾപ്പെടെ, അതായത് ജീവിത പങ്കാളിയെ പങ്കുവെക്കുന്നത്, കൈമാറ്റം ചെയ്യുന്നതുൾപ്പെടെയുള്ള തിന്മകളൊക്കെ അനുവദനീയമാണ് എന്ന് പറഞ്ഞ ആളുകളുടെ ഒരു കൂട്ടമാണ് ഈ നിക്കോളാവോസ് പക്ഷക്കാർ. എന്ന് പറഞ്ഞാൽ ഏത് എക്സ്ട്രീമിൽ തിന്മയിൽ തുടർന്നാലും അവിടെയെല്ലാം ദൈവത്തിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നൊക്കെയുള്ള ഒരു, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഹൈപ്പർ ഗ്രേസ്, ഈ കൃപാവാദം, അമിത കൃപാവാദം തുടങ്ങിയ വാക്കുകൾ അതിനുപയോഗിക്കാം. അങ്ങനെയുള്ള ഒരു പക്ഷമാണ് ഈ നിക്കോളാവോസ് പക്ഷം. പെർഗാമോസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ വിജാതീയ മതത്തിൻ്റെ, പേഗൻ റിലീജൻ്റെ ഒരു സെന്റർ എന്ന് വിളിക്കാവുന്ന സ്ഥലമായിരുന്നു പെർഗാമം. അത് ഏഷ്യയിലെ ഈ വിജാതീയ മതത്തിൻ്റെ ഒരു കേന്ദ്രം എന്ന് വിളിക്കാവുന്ന സ്ഥലമായിരുന്നു. കാരണം ഈ വിജയത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ദേവതയായി വിശ്വസിക്കപ്പെട്ടിരുന്ന അഥീനയുടെയും അതുപോലെ തന്നെ വീഞ്ഞിൻ്റെയും ആനന്ദത്തിൻ്റെയും ദേവനായി ഗണിക്കപ്പെട്ടിരുന്ന ഡൈനീഷ്യസിൻ്റെയും അതുപോലെ തന്നെ സൗഖ്യത്തിൻ്റെയും അതുപോലെ തന്നെ ഔഷധങ്ങളുടെയും ആരോഗ്യത്തിൻ്റെയും ഒക്കെ ദേവനായി ഗണിക്കപ്പെട്ടിരുന്ന എസ്കലോപ്പിയോസിൻ്റെയും ഒക്കെ ടെമ്പിളുകൾ, ക്ഷേത്രങ്ങളുണ്ടായിരുന്ന സ്ഥലമാണ് ഈ പെർഗാമസ്. അപ്പോൾ അതുകൊണ്ടാണ് സാത്താൻ്റെ സിംഹാസനം ഉള്ളെടുത്ത് എന്ന പ്രയോഗം അവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ സഭ ഇത്തരം ബാലാമിൻ്റെയും നിക്കോളാവോസ് പക്ഷക്കാരുടെയും പ്രബോധനം അതിന് വഴങ്ങി അവർ അധപതിച്ചു, അവരുടെ ആത്മീയതയിൽ താഴോട്ടു പോയി. എങ്കിലും കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിന്റെ അടുത്തേക്ക് ഞാൻ വേഗം വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. വായിലെ വാള് നമുക്കറിയാം, അത് ദൈവവചനമാണ്. വചനത്താൽ പോരാടും. വിജയം വരിക്കുന്നവന് വാഗ്ദാനം ചെയ്യുന്നത് നിഗൂഢമന്നയാണ്. നിഗൂഢമന്ന എന്നത് സീക്രട്ട് റെവലേഷൻസ് ആണ്. ഓരോ ആത്മീയ പോരാട്ടത്തിലും വിജയം വരിക്കുമ്പോഴാണ് കർത്താവിൽ നിന്നുള്ള ആത്മീയ വെളിപ്പെടുത്തലുകൾ കൂടുതൽ ആഴത്തിൽ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് അനുദിന ജീവിതത്തിലെ ഈ മരുഭൂമി യാത്രകൾക്കിടയിൽ മുന്നോട്ട് പോകാനുള്ള വചനം ദൈവം തരും എന്നാണ്. കുറച്ചുകൂടി കൃത്യതയോടെ മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞാൽ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടിയാണ്. അങ്ങനെ നമുക്ക് ആത്മീയ ഭൗതിക ജീവിതത്തിന് സഹായകരമായ, അതിജീവനത്തിന് സഹായിക്കുന്ന, നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത, ഇതുവരെയും മനസ്സിലായിട്ടില്ലാത്ത വെളിപ്പെടുത്തലുകൾ നമ്മൾ ഈ ആത്മീയ പോരാട്ടങ്ങളിൽ വിജയം വരിക്കുമ്പോൾ നമുക്ക് ദൈവം തരുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അതുപോലെ തന്നെ അവന് ഞാനൊരു വെള്ളക്കല്ല് കൊടുക്കും, അതിലൊരു പുതിയ നാമം കൊത്തിയിരിക്കും, അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുകയില്ല. ഇത് ഒരുതരം മണവാളൻ മണവാട്ടി ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഇമേജറിയാണ്. അതായത് ഈ വിവാഹ വിരുന്നിലേക്ക് പ്രവേശിക്കുന്നതിന് ചില സംസ്കാരങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ഗ്രന്ഥം എഴുതപ്പെടുന്ന സംസ്കാരത്തിൽ നിലനിന്നിരുന്നൊരു ആചാരമായിരുന്നു ഈ വിവാഹ വിരുന്നിലേക്ക് പ്രവേശിക്കുന്നവർ തങ്ങളെ ക്ഷണിക്കപ്പെട്ടവരാണ് എന്ന് തെളിയിക്കുന്നതിന് ഒരു ടോക്കൺ കാണിക്കണമായിരുന്നു. അതാണ് ഈ വെള്ളക്കല്ല്. അപ്പോൾ ഈ വിജയം വരിക്കുന്നവന് ഞാനൊരു വെള്ളക്കല്ല് നൽകും എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ ഹൃദയ രഹസ്യങ്ങളിലേക്ക്, അവിടുത്തെ ആത്മീയ വിരുന്നിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു എൻട്രി പാസ് ഈ ആത്മീയ പോരാട്ടത്തിൽ വിജയം വരിക്കുന്നവന് ലഭിക്കും. അതിൽ എഴുതിയിരിക്കുന്ന നാമം അത് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാർക്കും അറിയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത്ര വ്യക്തിപരമായ ഒരു ആത്മബന്ധത്തിലേക്ക് ക്രിസ്തു എന്ന മണവാളൻ നമ്മളെ ക്ഷണിക്കും, ആനയിക്കും. അങ്ങനെ ഒരു ബന്ധം നമുക്ക് ലഭിക്കും എന്നാണ് അതിൻ്റെ
സൂചന. അനുഗ്രഹീതമായൊരു ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ അവധാനതയോടെ, സാവധാനത്തിൽ, ശ്രദ്ധയോടെ വായിച്ചു പോകേണ്ട ഗ്രന്ഥമാണ് വെളിപാട് പുസ്തകം. അതുകൊണ്ട് ഞാൻ ഈ നൽകുന്ന പൊതുവായ പരാമർശങ്ങൾക്കപ്പുറത്ത് ഹൃദയം കൊണ്ട് ഏകാഗ്രമായ ഒരു വായന നിങ്ങൾക്ക് ഉണ്ടാകണമെന്നും ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. നാളെ വീണ്ടും ഈ വചന പഠനവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനിയേലച്ചൻ നിങ്ങളോട് സംസാരിക്കാനും വചനം നിങ്ങൾക്ക് വിശദീകരിച്ച് തരാനും ഞാൻ ഒത്തിരി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനകളിൽ എന്നെയും ഓർക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു.